അപ്പോൾ ഹലോ, നിങ്ങൾ തമ്മിൽ കണ്ട് വന്നവരും ഉണ്ടാകും. ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം. ഒന്നും ഞാൻ തുടക്കത്തിലേ പറയുന്നു, ഒരു ട്രയൽ മാത്രമാണ്. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് എനിക്കൊരു വിഷയമല്ല, പക്ഷേ ശ്രദ്ധിച്ചാൽ അതൊരു ഹെൽപ്പാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, പലർക്കും അവരവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചിലർ വിചാരിക്കും ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കും, ചിലർ വിചാരിക്കും മരിച്ച് കളയാം, ജീവിതം അവസാനിപ്പിച്ച് കളയാമെന്നൊക്കെ. പക്ഷേ ഈ ഒരു ചിന്ത നമ്മുടെ മക്കളുണ്ടാകുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ മരിച്ചങ്ങ് മാറിക്കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും നല്ലത് വരുമായിരിക്കും എന്ന് വിചാരിക്കും. ചിലപ്പോൾ വിചാരിക്കും നമ്മൾ മരിച്ചു പോയാൽ അവർക്ക് ആരുണ്ട് എന്ന് കരുതി മരണം എന്ന് പറയുന്നൊരു സംഭവത്തെ നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞു മാറ്റി നിർത്തുമല്ലേ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇലാബറേറ്റ് ചെയ്ത് പറയാനൊന്നും വന്നതല്ല. എൻ്റെ ഒരു ചെറിയ ലൈഫ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾക്ക് എൻ്റെ തുടർന്നുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ അത് എനിക്കൊരു വലിയ ഒരു ഉപകാരമായി മാറും. കാണുന്ന നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള വീഡിയോസ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. ഞാൻ എൻ്റെ ഫോൺ ക്യാമാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്യാമറയിലോട്ട് നോക്കാനുള്ളതിന് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്കത് തെറ്റിപ്പോകുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ ആധികാരികമായൊന്നും സംസാരിച്ച് വീഡിയോ കൊളാക്കാൻ വന്നതല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കൂടെ കൂടിയാൽ ഞാൻ എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ, പിന്നെ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ ഡിവോഴ്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ചില പെൺകുട്ടികൾ അതിലൊന്നും മനന്നൊന്ത് ആത്മഹത്യ ചെയ്യാനും ചിലർ വിചാരിക്കുന്നു ജീവിച്ച് കാണിച്ചു എന്ന് വിചാരിക്കുന്നവരും, ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അല്ലേ. നമ്മുടെ മനസ്സ് മാറി മറിയുന്ന ചിന്തകളും വികാരങ്ങളും ഒക്കെ നമുക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. പുറമേ നിന്നൊരാൾ നമ്മളെ അത്രത്തോളം വീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ കുട്ടിക്ക് ഇന്ന് എന്തോ വിഷമമുണ്ട് എന്തെങ്കിലും തോന്നണമെങ്കിൽ മനസ്സിൽ ആ വ്യക്തിക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റോ എന്തെങ്കിലും തോന്നിയിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തോളൂ ലക്ക് ഫാക്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ട്, ജീവിതം എന്ന് പറയുന്നതും ഒരു ലക്കാണ്. നമുക്കൊരു പാർട്ട്ണറിനെ കിട്ടുക അത് ലൈഫിൽ വലിയ ഭയങ്കരമായി ചേർച്ച ഉണ്ടാവണം എന്നുള്ളതല്ല. പകരം നമ്മളുടെ ലൈഫുമായി ഒത്തുചേരാൻ പറ്റുന്ന, നമ്മുടെ കുറവുകളെ മാനിച്ച് നമ്മളും അവരും കൂടി ഈക്വലായിട്ടെല്ലാം മനസ്സിലാക്കി ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് നമ്മളോട് ജീവിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം അല്ലേ. നമ്മൾ സാധാരണ പെൺകുട്ടികൾ, നാട്ടുംപുറത്തുകാരി പെൺപിള്ളേരായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഒരു സാധാരണ ജീവിതത്തിൽ നോർമൽ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ അവരെന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മളെ കൈവെള്ളയിൽ വെച്ച് നടക്കണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് സാധനങ്ങൾ വാങ്ങിത്തന്ന് അങ്ങനെയൊന്നും അല്ല അല്ലേ. സമാധാനം, സന്തോഷം, ഇതെല്ലാം ഈ രണ്ട് ഫാക്ടറുകൾ കിട്ടിയ പെൺകുട്ടികൾ ഹാപ്പി ആയിരിക്കും. അവരിലുണ്ടാകുന്ന മക്കളും ഒക്കെ ആയിട്ട് ഒരു ലൈഫ്, അതായിരിക്കും അവരുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അതൊരു ലക്കാണ്. പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ കരുതുന്ന പോലെ ഒരാളെ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ മനസ്സിലാക്കി നമ്മളോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകുന്ന ഒരു വ്യക്തിയെ, മരണം വരെയും നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു ജീവിതം കിട്ടുന്ന വ്യക്തിയെ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമായിരിക്കും. അപ്പോൾ ആ ഭാഗ്യം പറയുമ്പോഴാണ്, ആ ഭാഗ്യത്തിലാണ് എനിക്കൊരിടം ലഭിക്കാതിരുന്നത്. അപ്പോൾ ആ കഥ ഞാൻ കൊണ്ടുവരും നിങ്ങൾക്ക് മുന്നിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ എൻ്റെ കഥയെന്ന് പറയുമ്പോൾ ഒരു വലിയ കഥ എഴുതാനുള്ള ബുക്ക് തന്നെയുണ്ട്. ഇതിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു കയറി ബാഡ് കമൻറ്റ് ചെയ്തേക്കാം, അതൊന്നും എനിക്കൊരു വിഷയമല്ല. എൻ്റെ ലൈഫ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും എൻ്റെ കാര്യങ്ങളുമായിട്ട്. ബൈ.